നമ്മുടെ നാട്ടിൽ ലോകത്തിൻ്റെ കാര്യം നമുക്കറിയില്ല എങ്കിലും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മിനിറ്റ് വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ് ആക്സിഡൻറ്റ്സ്. അത് ബൈക്ക് ആക്സിഡൻ്റ് ആവാം, ബൈക്ക് ബസ്സിലിടിച്ചതാവാം. നമ്മൾ അങ്ങനെ ഒരു വാർത്ത കേൾക്കാതെ ഒരു റീല് പോലും സ്വൈപ്പ് ചെയ്ത് പോകുന്നില്ലെന്നുള്ള ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ എല്ലാ ദിവസവും റീൽസും ഇൻസ്റ്റാഗ്രാം റീൽസും ഫേസ്ബുക്കും ഒക്കെ നോക്കുന്നവരല്ലേ പോകുന്നത്. പക്ഷെ അതിൽ ഒരെണ്ണത്തിലെങ്കിലും നമ്മൾ കാണും ഇന്ന് കൊല്ലത്ത് വെച്ച് നടന്ന ആക്സിഡന്റ്, ഒരാൾ മരിച്ചു, 2 വീലർ ബസ്സിന്റെ അടിയിൽ പെട്ടുന്നു. ഇന്നലെ ഒരു സ്കൂൾ ബസ്സിന്റെ അടിയിൽ 3 ബൈക്ക് യാത്രക്കാർ, 3 പേര് സഞ്ചരിച്ച ബൈക്ക് സ്കൂൾ ബസ്സിന്റെ അടിയിൽ പെടുന്നു, ഒരാൾ മരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പ്രൈവറ്റ് ബസ് സൈഡാക്കിയതിന്റെ പേരിൽ വേറൊരാൾ KSRTC ബസ്സിന്റെ അടിയിൽ പെട്ട് മരിക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും CCTV ക്യാമറയിൽ ഒരു 5 മരണങ്ങൾ വീതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരണങ്ങൾ, ബൈക്ക് ആക്സിഡൻസും മാത്രം. പക്ഷേ ഇതിപ്പോ ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഈ ബൈക്കിനും കാറിനും എല്ലാത്തിനും ഇൻഷുറൻസ് എടുക്കാറുണ്ട് നമ്മളല്ലേ. നമുക്ക് സ്വന്തമായിട്ട് ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ എടുത്തില്ലെങ്കിലും വണ്ടികൾക്ക് എടുക്കും. എന്തുകൊണ്ട് ആക്സിഡന്റ് പറ്റും, വണ്ടിക്ക് പുറത്തൊന്നും വരാതിരിക്കാനാണ് നമ്മൾ മെയിൻലി നമ്മുടെ മനസ്സിൽ ആഗ്രഹം അതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിട്ടുണ്ട്, അവർ പുതിയൊരു നിയമം അവർ ഇറക്കിയിരിക്കുകയാണ്. എന്ന് തൊട്ടാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് അറിയില്ല. അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കപ്പെട്ടു എന്ന് കണ്ടാൽ, അത് ഇൻഷുറൻസ് കമ്പനി മാത്രമല്ല കോടതിയും അങ്ങനൊരു കേസിൽ അങ്ങനൊരു നിയമം പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ച് ഓവർ സ്പീഡൊക്കെയാണെന്ന് കണ്ടാൽ ഇൻഷുറൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ പെട്ടു. അതായത് ഓവർ സ്പീഡിൽ വന്ന് വണ്ടിയിട്ട് ഇടിക്കുകയോ അല്ലെങ്കിൽ ഓവർ സ്പീഡിൽ അശ്രദ്ധമായി ചെന്നാണ് നമുക്ക് മരണം സംഭവിക്കുന്നതിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് മരണം സംഭവിക്കുകയോ പരിക്ക് പറ്റുകയോ ചെയ്താൽ 1 രൂപ പോലും ഇനി കിട്ടില്ല എന്ന് സാരം. കാരണം എന്ത് പറയുന്നു, അങ്ങനെ ഒരു നിയമം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അല്ല, നിയമം എന്തായാലും പ്രാബല്യത്തിൽ വരും. കാരണം സുപ്രീം കോടതി തന്നെയാണ് ആ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി എന്ന് തൊട്ടാണ് അത് പ്രാബല്യത്തിൽ വരുന്നത് എന്ന് മാത്രമേ ഇനി ഉറ്റു നോക്കേണ്ടതായിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസങ്ങൾ കഴിയും തോറും വാഹനങ്ങളുടെ എണ്ണം, മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളേ ഉള്ളൂ. കൂടുതലും ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടുകളെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടുകളുടെ അഭാവമാണോ അതല്ല സമയം ലാഭിക്കാനാണോ, എല്ലാവർക്കും സ്വന്തമായിട്ട് വാഹനങ്ങളുണ്ട്. ഒരു വീട്ടിൽ ഒന്നിലധികം വാഹനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ സൗകര്യത്തിന് പോയി വരാമല്ലോ, കാത്തു നിന്ന് വെറുതെ സമയം വേസ്റ്റ് ചെയ്യേണ്ടല്ലോ. കാരണം ഇന്ന് സമയം ആർക്കും ഇല്ല വെറുതെ നഷ്ടപ്പെടുത്തി കളയാൻ. അത് തന്നെയാണ് അതിൻ്റെ മെയിൻ റീസണും. അപ്പോൾ നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ എത്തേണ്ട പല സ്ഥലങ്ങളും കാണും. അപ്പോൾ പഴയതുപോലെ അല്ല റോഡുകളൊന്നും. നമുക്ക് വെറുതെ അങ്ങ് കാല് കൊടുത്ത് ഇപ്പോൾ കാറിലാണേലും അല്ലെങ്കിൽ ബൈക്കിലാണേലും സഞ്ചരിക്കാൻ പറ്റില്ല. നമ്മുടെ റോഡുകളുടെ പണി കാണും, റോഡുകളിൽ കുഴി കാണും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ അതിൻ്റെ ഇടയിൽ കാണും. അപ്പോൾ അത്രയും സ്മൂത്തായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അതേ സ്പീഡിൽ പോകാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് റാഷ് ഡ്രൈവിങ് വരും. അങ്ങനെയുള്ളപ്പം വണ്ടികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുവരെ എല്ലാവർക്കും ഒരു ആശ്വാസം എന്ന് പറഞ്ഞ് ഇരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു യാദൃശ്ചികമായിട്ട് സംഭവിച്ചാൽ, കാരണം അറിഞ്ഞുകൊണ്ട് ആരും ശരിക്കും അപകടം വരുത്തി വെക്കില്ലല്ലോ. അങ്ങനെ അബദ്ധത്തിലാണേലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടല്ലോ, ആ ഒരു കവറേജ് കിട്ടുമല്ലോ. അപ്പം ഞാൻ സേഫാണ് അല്ലെങ്കിൽ എൻ്റെ കുടുംബം സേഫ് ആണെന്നുള്ളൊരു ആശ്വാസമായിരുന്നു ഇത്രയും കാലം ആളുകൾക്കുണ്ടായിരുന്നത്. കാരണം ഇൻഷുറൻസ് കമ്പനികൾ പോലും ഒരു പക്ഷേ മടുത്തിട്ടുണ്ടാകും. കാരണം അവരും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത്രയും നമ്പർ ഓഫ് ആക്സിഡൻസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമെന്ന്. കാരണം ആക്സിഡന്റ് എന്ന് പറയുന്നത് ആ ഒരു അപകടം ആരും വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്നതോ അല്ല എങ്കിൽ പോലും അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് മൂലം ആക്സിഡന്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷേ ഇൻഷുറൻസിന്റെ കാര്യം വരുമ്പോൾ ഈ പറയുന്ന പോലെ അപകടം ഉണ്ടായത് അശ്രദ്ധമായി വാഹനം ഓടിച്ചത് കൊണ്ടാണോ അതോ അല്ലേ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് വരുന്നില്ലായിരുന്നു. പക്ഷേ ഈ സമീപകാലത്ത് ഈ ആക്സിഡന്റുകളുടെ എണ്ണം ഇത്രയും കൂടിയതുകൊണ്ടായിരിക്കാം ഇവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടന്നത്, അല്ലേ ശരിക? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരുപാട് തട്ടിപ്പ് വെട്ടിപ്പൊക്കെ ആക്സിഡന്റ് ക്ലെയിംസിന്റെ പേരിൽ നടക്കുന്നുണ്ട്. കാരണം അതൊക്കെ കണ്ടുകൊണ്ട് പിന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് അവർക്ക് ഒരുപാട് പൈസയല്ലേ ഇതിന്റെ പേരിൽ ഇറക്കേണ്ടി വരിക. മെയിൻ റീസൺ ഇത് കോടതി ഇടപെട്ടിരിക്കുന്ന റീസൺ പൈസയല്ല, കാരണം ഇത് തന്നെയാണ്. കാരണം എവിടെ കൊണ്ട് ഇടിച്ചു കയറ്റിയാലും നമുക്ക് പൈസ ഇടാം, എന്തായാലും ഇപ്പൊ അവൻ മരിച്ചു, അവന്റെ പൈസ ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നൊരു ചിന്താഗതിയാണ്. ആ തുക കിട്ടുന്ന ബന്ധുക്കൾക്കാണ്. സീരിയസ്ലി ഇത് നമ്മളുടെ നാടിൻ്റെ ഒരു ശാപമായി മാറും. കാരണം നമ്മൾ ഇന്ന് റോഡിൽ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ഇന്നും ഹെൽമെറ്റ് ഇല്ലാതെ പേഴ്സ് ആയിട്ടും കപ്പിളായിട്ടും സുഹൃത്തുക്കളൊക്കെ ആയിട്ടും ട്രിപ്പിൾ വെച്ചും ഒക്കെ പോകുന്നത്. അത് വണ്ടിയുടെ സൗണ്ട് ആവും. എത്രയൊക്കെ MVD പിടിച്ചെന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ഒരു പേടിയില്ല. മേ ബി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം കൊണ്ടാണോ എന്തോന്നറിയില്ല, എത്ര പാഞ്ഞു പറിച്ചാണ് ട്രാഫിക് ബ്ലോക്സിന്റെ ഇടയിലൂടെയൊക്കെ 2 വീലേഴ്സ് പോകും. നമ്മൾ പേടിച്ചു പോകും. പിന്നെ ചില ലോറികൾ, നമ്മൾ കാർ ഓടിച്ച് നേരെ പോകുമ്പോൾ ഈ ലോറികളുടെ ചില KSRTC ബസ്സുകൾ, ചില പ്രൈവറ്റ് ബസ്സുകളൊക്കെ നമ്മുടെ നേരെ വരുന്ന വരവ് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു കിളി അങ്ങ് പറക്കും. കാരണം ഇപ്പൊ നമ്മുടെ നെഞ്ചത്ത് കയറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ മാക്സിമം ചവിട്ടി ഒതുക്കും. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു ആക്സിഡന്റ് കണ്ടതാണ്. പ്രൈവറ്റ് ബസ് ഒരു KSRTC ഓവർടേക്ക് ചെയ്ത് പാഞ്ഞു വരുക. ഓപ്പോസിറ്റ് ഒരു സ്വിഫ്റ്റ് കാർ പോകുന്നു, പയ്യന്മാരാണ് അതിനകത്തിരിക്കുന്നത്. അവർ വളരെ മിനിമലൈസ് ചെയ്തു. പക്ഷെ അവർക്ക് ഒതുക്കാൻ വേറെ സ്ഥലമില്ല. അവർ അവസാനം പോസ്റ്റ് ഇടിച്ച് കയറ്റി.
കാരണം ഒന്നും ചെയ്യാനില്ല, വേറൊന്നും ചെയ്യാനില്ല. അവസാനം പിള്ളേർ ചാടി ഇറങ്ങി അവരെ തടഞ്ഞു. അപ്പോഴും നമ്മുടെ നാട്ടിലെ റോഡിന്റെ വീതി ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനം വരുന്നതാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പ്രൈവറ്റ് ബസ് ഓവർടേക്ക്. അത് വരുന്ന വരവെന്ന് പ്രൈവറ്റ് ബസിന്റെയും KSRTC സൂപ്പർ ഫാസ്റ്റിന്റെ ഒക്കെ ഓവർടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാരകമാണ്. നമുക്ക് 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുമെന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ഒക്കെ ഒരു 60 കിലോമീറ്റർ സ്പീഡ് ഓട്ടോ എന്ന് പറഞ്ഞാൽ വേറെ തലമാണ്. കാരണം നമുക്ക് ഇന്ന് ഞാൻ വന്ന വണ്ടിയിൽ തന്നെയും ഒരു വലിയൊരു പാണ്ടി ലോറി ഇൻ ദ സെൻസ് വലിയൊരു തമിഴ്നാട് വന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്ന സെയിം സൈഡിൽ തന്നെ ഓവർടേക്ക് ചെയ്യുന്ന മുട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്ത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് KSRTC ഓടിക്കുന്നത്. അത് അവിടെ ഒരു വശത്ത്. അതുകൂടാതെ പ്രൈവറ്റ് ബസ്സുകളുടെ ഓട്ടം മത്സര ഓട്ടങ്ങളാണ് എറണാകുളത്തും കോട്ടയത്ത് എത്ര ഓട്ടം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എറണാകുളത്ത് വൻ മത്സരമാണ്. എറണാകുളത്ത് വൻ മത്സരം, തൃശ്ശൂര് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആലപ്പുഴയില് കോട്ടയത്ത് ഇച്ചിരിയൊക്കെ ഒരു ആക്സിഡൻസ് ഒക്കെ ഒരിടയ്ക്ക് ഉണ്ടായതിനു ശേഷം അവരൊരു അസോസിയേഷൻ ഒക്കെ രൂപീകരിച്ചുകൊണ്ട് അവരൊരു ടൈമിംഗ് വെച്ച് അവർ വളരെ സന്തോഷത്തോടെയാണ് കോട്ടയത്തെ വളരെ മന്ദാകും അടിച്ചാണ് വണ്ടികളൊക്കെ പോകുന്നത്. അതുകൊണ്ട് വലിയ വിഷയം അവിടെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് കേട്ടിട്ടില്ല. സോ ആക്സിഡൻസ് ഇപ്പം ഏത് ആൾക്കാരും ഇപ്പൊ വണ്ടി നിരത്തിലിറങ്ങി ഓടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ, എവിടെയും തട്ടിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ വലിയ വണ്ടികളാകുമ്പോൾ ശരി എല്ലാവരുടെയും വായിന്ന് ആദ്യം വരുന്നൊരു കാര്യമാണ് ഇൻഷുറൻസിൽ അത് കവറേജ് ആയിക്കോളൂ, അല്ലെങ്കിൽ ക്ലെയിം ചെയ്തെടുക്കാം എന്ന് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സ്കൂൾ ബസിന്റെ അടിയിലേക്ക് 3 പേര് ട്രിപ്പിൾ കയറിയ വണ്ടി സെയിം സൈഡിൽ തന്നെ സ്കൂൾ ബസിന്റെ അടിയിലേക്ക് പോയിരുത്താൻ മരിച്ചു. അതിലൊരു സംഭവം 3 പേര് കയറിയാണ്ടാണ് ആ വണ്ടി. അവർക്ക് ഹെൽമെറ്റ് ഇല്ല. രണ്ടാമത്തെ കാര്യം, ഞാനത് ആ CCTV ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നിയതാണ്, ഇനി പലർക്കും തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സ്കൂൾ ബസിന്റെ സൈഡിലേക്ക് ഇവർ പെട്ടെന്ന് വണ്ടി വെട്ടിച്ചപ്പോഴാണ് വണ്ടി ചെന്ന് അവരെ ഇടിക്കുമല്ല, ഇങ്ങനെ പോകുന്ന ചിലപ്പോൾ ഇച്ചിരി സൈഡ് ചേർന്നാണ് പോയത്, അത് ശരി തെറ്റ് തന്നെ. പക്ഷെ ഇങ്ങനെ പോയ വണ്ടി പെട്ടെന്നൊന്നും അറിയാതെ സ്ലിപ്പ്, അത് 3 പേര് ഇരുന്നുകൊണ്ടാവാം മേ ബി അങ്ങനെ സ്കിഡായത്. അങ്ങനെയാണ് ആ സ്കൂൾ ബസ്സിലേക്ക് ചെന്ന് ഇടിക്കുന്നത്. അപ്പൊ ഇതിൽ ആർക്ക് ഇൻഷുറൻസ് കൊടുക്കും? അതെ, ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരാൾ മരിക്കുക എന്ന് പറയുന്നത് അതീവ ദുഃഖകരമായ കാര്യം തന്നെയാണ്. അതിനെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് പറയുകയല്ല. പക്ഷെ എങ്കിലും ഒരു പരിധിയിലധികവും വാഹനങ്ങൾ ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലൈസൻസ് ഒക്കെ എടുക്കുമ്പോൾ അതികഠിനമായ നിബന്ധനകളൊക്കെ കൊണ്ടുവന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വിമർശനങ്ങളൊക്കെ നേരിടുമ്പോഴും നമ്മൾ റോഡിൽ വാഹനം ഇറക്കി ഓടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ലൈസൻസ് എടുക്കുമ്പോൾ കുറച്ച് കഠിനമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ച് നമ്മളുടെ കൺട്രോളിൽ വാഹനം നിൽക്കുമെന്നുള്ളൊരു ഭാഗത്തിലേക്ക് എത്തുമ്പോൾ മാത്രം റോഡിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ജീവന് മാത്രമല്ല മറ്റു ജീവനുകൾക്കും ഇതുമൂലം നാശം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം തീർച്ചയായിട്ടും ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ബ്രേക്ക് ചവിട്ടാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ കാറുകളിലാണെങ്കിൽ ആക്സിലറേറ്റർ ചവിട്ടി പോകുന്നു അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല. പക്ഷെ സ്റ്റിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിട്ടിരിക്കണം. നമ്മൾ ഈ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് ഈ ലേണേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലാസ് MVD തരുമല്ലോ. ആ ക്ലാസ്സിൽ തന്നെ ഇവർ പറയുന്നുണ്ട് അല്ലെങ്കിൽ സംതിങ് സെക്കൻഡ്സ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സിനുള്ളിൽ ഒരാൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഇത്ര ചിന്തകൾ, ഒരു നമ്പർ അവർ പറഞ്ഞിരുന്നു അന്ന്. അത്രയും തോട്ട്സ് ആണ് നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വണ്ടി ഓടിക്കുന്നവർ ഒന്നും ചിന്തിക്കാതെ നേരെ റോഡിലേക്ക് മാത്രം നോക്കിയല്ല, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോകും, അതൊക്കെ ശരിയാണ്. പക്ഷേ സ്റ്റിൽ ആ ഒരു കോൺസെൻട്രേഷൻ, ആ ഒരു കോൺഷ്യസ്നെസ്, നമ്മൾ റോഡിലാണ്, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കൺട്രോളിൽ മറ്റു ജീവനുകൾക്കും അപകടം സംഭവിക്കാതെ നോക്കണം. അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എല്ലാവരും കാണണം. ഇപ്പോൾ ഇൻഷുറൻസിന് വേണ്ടി മാത്രം പോയി ആക്സിഡന്റ് ഉണ്ടാക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമുക്കിടയിലൊക്കെ തന്നെ ഉണ്ടാവാം. ഇതൊന്നും നമ്മൾ ക്ലെയിം ചെയ്യുകയല്ല, അതല്ലെങ്കിൽ ഇത് നമ്മൾ സമർത്ഥിക്കുകയല്ല, അങ്ങനെയുള്ള ആളുകളാണ് എന്നൊന്നും പറയല്ല. പക്ഷെ സ്റ്റിൽ അങ്ങനെയുള്ള ആളുകളും ഉണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, അങ്ങനെ ചുമ്മാ തമാശക്കെങ്കിലും പറയുന്ന കുറച്ച് കൂട്ടുകാരെങ്കിലും നമുക്കുണ്ടാവും. പക്ഷെ ഇനി അങ്ങനെയുള്ള, അതായത് അലക്ഷ്യമായി വാഹനം ഓടിച്ചുകൊണ്ടുള്ള ആക്സിഡന്റുകൾക്ക് ഇനി ക്ലെയിം ചെയ്യുക, ഇൻഷുറൻസ് ഒക്കെ ലഭിക്കുക എന്നുള്ളൊരു വിശ്വാസം വേണ്ട. അധികം വൈകാതെ തന്നെ, ഇപ്പൊ നിലവിലുള്ളതിന് ഒരുപക്ഷെ അത് കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇനി ഈ ഒരു വിധി പ്രാബല്യത്തിൽ വന്നതിന് ശേഷം CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിന് ശേഷം അശ്രദ്ധമായി വാഹനം ഓടിച്ചതല്ല, ഇത് അബദ്ധവശാൽ സംഭവിച്ച ആക്സിഡന്റ് ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ഇൻഷുറൻസ് തുക അനുവദിക്കത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് മാത്രം വാഹനം കൈകാര്യം ചെയ്യുക.